കാട്ടാക്കടയിൽ ഇപ്പോൾ നടക്കുന്നത് ഉഡായിപ്പ് ഉദ്ഘാടനമെന്നും പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ട് MLA വരെ സംസ്ഥാനത്ത് പൊട്ടിക്കുന്നതെല്ലാം ഉണ്ടയില്ലാ വെടികളെന്നും PK കൃഷ്ണദാസ്. അധികാരത്തിലേറിയ സമയം മറന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മ വരുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ആഴ്ചകളിൽ മാത്രമാണെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മണ്ഡലത്തിൽ ഉഡായിപ്പ് ഉദ്ഘാടനം മഹാമഹം നടത്തുകയാണ് MLA ചെയ്യുന്നതെന്നും BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. കാട്ടാക്കടയിൽ നമോ സേവാ കേന്ദ്രത്തിൽ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. സംസ്ഥാനത്ത് ഇടതുപക്ഷം നടക്കാത്ത സംഭവങ്ങൾ മാത്രമാണ് പ്രഖ്യാപിക്കുന്നതെന്നും ബജറ്റിൽ ഇതിനൊക്കെ കോടികൾ വിലയിരുത്തിയിട്ട് ഇതൊന്നും ഒരിടത്തും കാണാനില്ലെന്ന് PK കൃഷ്ണദാസ്. ഭരണത്തിലേറിയ മുതൽ ഉണ്ടയില്ല വെടിപൊട്ടിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. 10 വർഷം ലഭിച്ചിട്ടും മണ്ഡലത്തിൽ ഒന്നും ചെയ്യാതിരുന്നതിനു ശേഷമാണ് ഇപ്പോൾ ഉദ്ഘാടനം നടത്തി നാടമുറിച്ച് നടക്കുന്നതെന്ന് കൃഷ്ണദാസ് പരിഹസിച്ചു. പ്രഖ്യാപിച്ച ഫ്ലൈ ഓവറും സാങ്കേതിക സർവകലാശാലയും വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രൗണ്ടും എവിടെയാണെന്ന് MLA പറയാൻ തയ്യാറാകണമെന്നും ഉഡായിപ്പ് ഉദ്ഘാടനങ്ങൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വിഴിഞ്ഞം നാവൈക്കുളം റിംഗ്ടോൺ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസ് കമ്മിറ്റി നടപടികൾ പൂർത്തീകരിച്ച കേന്ദ്ര ഗതാഗത വകുപ്പ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നും കൃഷ്ണദാസ് പറഞ്ഞു. 3800 കോടി രൂപ ചെലവിലാണ് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പദ്ധതി വൈകാനുള്ള കാരണം സംസ്ഥാന സർക്കാരിന്റെ വികസന വിരോധവും സ്ഥലം MLAയുടെ താൽപര്യക്കുറവുമാണെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. കാട്ടാക്കടയിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒപ്പം നിൽക്കണമെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. 2016 വാഗ്ദാനത്തില് 2021 വാഗ്ദാനത്തില് നമ്മുടെ ശാസ്താംപാറയും അതുപോലെ തന്നെ നമ്മുടെ ഈ തൂങ്ങാംപാറയും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന. ഇപ്പൊ ശാസ്താംപാറയിൽ എത്ര ടൂറിസ്റ്റുകളാണ് വരുന്നതെന്നുള്ളത് ഒന്ന് MLA വ്യക്തമാക്കണം. അവിടെ ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? തൂങ്ങാംപാറയില് ഒരു വികസനം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ശുദ്ധജലത്തിന് വലിയ രൂക്ഷമായ ക്ഷാമമാണ് ശുദ്ധജലത്തിന്. കുടിവെള്ളമില്ല. നിങ്ങളൊന്ന് പോയി അന്വേഷിക്കണം. തൂങ്ങാൻ പറയില്ല, കുടിവെള്ളമില്ല. ജലസമൃദ്ധിയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് സമൃദ്ധി കാണുന്നില്ല. അവർക്കാർക്കും ഒരു KSRTC ബസ് ഉണ്ട് ആകെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാവുന്ന ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അതുമില്ല ഇപ്പൊ ആരും. ശാസ്താംപാറയില് അവിടെ ശുദ്ധജല ക്ഷാമം രൂക്ഷം. ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പൊ ആരും. ഇപ്പൊ അതില്ല. അവിടെ ഇപ്പോ ഈ ശാസ്താംപാറയിലേക്ക് ആരും അങ്ങോട്ട് പോകുന്നില്ല. ആ നാട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മൊത്തം അവസ്ഥ ഇതാ. പിണറായി ഭരണത്തിന് കീഴിൽ കേരളത്തിൽ ഒരു വികസനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഉഡായിപ്പ് ഉദ്ഘാടനങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ചുമതല അദ്ദേഹം വിജയിക്കുന്ന 2014 വിജയിക്കാൻ തൊട്ട് മുമ്പ് നമുക്ക് 19 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു കാട്ടാക്കടയിൽ. അതായത് ബസ് നിർത്തി, തലേന്ന് ബസ് അവിടെ നിർത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ആരംഭിക്കുന്ന 10 സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ, 2 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. 2 സ്റ്റേഷൻ മാത്രമേ ഉണ്ട്. നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് പറയുന്നില്ല, കീഴാവൂർ 2 ബസ്സുകൾ ഉണ്ടായിരുന്നു അവിടെ. അതേപോലെ തന്നെ ആര്യങ്കോട്, കുരുതങ്കോട്, നെയ്യാർ ഡാം 2 ഉണ്ടായിരുന്നു. പരുത്തിപ്പള്ളി, അങ്ങനെ ഏതാണ്ട് 19 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അവശേഷിക്കുന്നത് 2 സ്റ്റേഷൻ. ഇത് വേണമെങ്കിൽ ഞാൻ മദ്യം ഈ പരസ്യമായിട്ട് അത് പറയുന്നത് വേണമെങ്കിൽ നിഷേധിച്ചോട്ടെ. എന്തുകൊണ്ടാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാതെ പോയത്? അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള ഉഡായിപ്പ് ഉദ്ഘാടനത്തിലൂടെ LDF CPM സർക്കാരിന്റെയും ജനപ്രതിനിധിയുടെയും പരാജയം മറച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ, വോട്ടർമാരെ മണ്ടന്മാരാണ്, വിവരമില്ലാത്തവരാണെന്ന് കരുതുകയാണ് ഇതുവഴി സ്ഥലം MLAയും അതേപോലെ തന്നെ CPM ചെയ്യുന്നത്. അബ്ദുൽ കലാം സർവകലാശാലയിലെ ഉദ്ഘാടനം തറക്കല്ലിടൽ എപ്പോഴാണ് നടന്നത്? 2020. ആ തറക്കല്ലെന്ന് ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാവും. ആ തറക്കല്ലിട്ട ആ ബോർഡ് ഞങ്ങള് ഏതോ ഒരു വിവാഹത്തിന്റെ ഹാളിൽ, വിവാഹം നടക്കുന്ന ഒരു ഹാളിന്റെ മൂലക്ക് വെച്ചിട്ട് ഞാനന്ന് മാധ്യമ സുഹൃത്തുക്കളെ കാണിച്ചു. ഇതിന്റെ പ്രധാന അത് ഞാനിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പുറത്ത് വരും. ഞങ്ങൾക്ക്
ആ ഫോട്ടോയെല്ലാം നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വരാൻ വേണ്ടി പോവുക. ആ തറക്കല്ലിട്ട് തന്നെ ഇതുവരെ അവിടെ എന്തെങ്കിലും നടന്നോ? ഈ കഴിഞ്ഞ 5 തറക്കല്ലിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. ഇതാണ് മറ്റൊരു നടക്കുമ്പോൾ അത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ വളപ്പിൽ പഞ്ചായത്ത് പോയ സമയത്ത് വളപ്പിൽ പഞ്ചായത്തില് 2016-ലും 2021-ലും LDF പ്രതിനിധി നൽകിയ വാഗ്ദാനം അവിടെ വലിയൊരു സ്റ്റേഡിയം പണിയുന്ന 2016-ലും പണിതിട്ടില്ല, 2021-ലും പണിതിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരു ഓർഡറും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ 6 ദിവസം മുമ്പ് 3.5 കോടി ചെലവഴിച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് പണിയുന്നു. വീണ്ടും പന്താണ് ഒരു ഓർഡർ, ഉഡായിപ്പ് ഓർഡർ. അവിടെ ഞാൻ പോട്ടെ, അവിടെ ഗ്രൗണ്ട് സ്റ്റേഡിയം ഉണ്ടാക്കണ്ട. ഈ MLA പോയിട്ട് 10 ആളെയും 10 DYFIക്കാരെ കൂട്ടി പോയിട്ട് ആ കാടൊന്ന് വൃത്തിയാക്കി കൂടായിരുന്നു.